ഓഫീസർ സുധീഷ് കുമാറിനെ സർവീസിൽ നിന്ന് തിരിച്ചെടുത്ത ഉത്തരവ് കൈക്കൂലി കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് നടപടി. 10ലധികം കേസിൽ പ്രതിയായ സുധീഷ് കുമാറിനെ തിരിച്ചെടുക്കാൻ വനം മന്ത്രി ഇടപെട്ടതായാണ് ആരോപണം. ഓഫീസർ സുധീഷ് കുമാറിനെ സർവീസിൽ തിരിച്ചെടുത്ത ഉത്തരവിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. കൈക്കൂലി കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. 10ലധികം കേസിൽ പ്രതിയായ സുധീഷ് കുമാറിനെ തിരിച്ചെടുക്കാൻ വനം മന്ത്രി ഇടപെട്ടതായാണ് ആരോപണം. സുധീഷ് കുമാറിന് അഴിമതി കേസ് പ്രതിക്കായി വനം മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിനെ സർവീസിൽ തിരിച്ചെടുത്തതായുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. കൈക്കൂലിക്കാരന് വനം മന്ത്രിയുടെ താശ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിനെ സർവീസിൽ തിരിച്ചെടുത്ത ഉത്തരവ് കൈക്കൂലി കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, 10ലധികം കേസിൽ പ്രതിയായ സുധീഷ് കുമാറിനെ തിരിച്ചെടുക്കാൻ ഇപ്പോൾ വനം മന്ത്രി ഇടപെട്ടതായിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത്. ഇതിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിനെ ഇപ്പോൾ സർവീസ് തിരിച്ചെടുത്ത് കൊണ്ടുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത്. കൈക്കൂലി കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് മറ്റു നടപടികൾ ഇനി ഉണ്ടാകില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്നത്. മെയ് 30 വിരമിക്കുന്ന സുധീഷ് കുമാറിന് ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ജോലിയിൽ പ്രവേശിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് മന്ത്രിയുടെ ഇടപെടലോട് കൂടി തന്നെ അവിടേക്ക് ജോലിയിൽ പ്രവേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ആരോപണം. ഏതായാലും 10ലധികം കേസുകളിൽ ഇയാൾ പ്രതിയാണെന്നാണ് വ്യക്തമാകുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കാനായി വനം സെക്രട്ടറിയുടെ ഉത്തരവുണ്ടായിരുന്നു. അതിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ മന്ത്രിതലത്തിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്, ജോലിയിൽ തിരിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം. ഏതായാലും ഇത് വളരെ ഈ തീരുമാനം നേരത്തെ തന്നെ, അതായത് ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറഞ്ഞിട്ട് പോലും തിരിച്ചെടുക്കുന്നത് മന്ത്രിയുടെ മാത്രം ഇടപെടൽ കൊണ്ടാണെന്നുള്ളൊരു ആരോപണം ഉയർന്നു വരികയാണ്. ഏതായാലും ഇപ്പോൾ കൈക്കൂലി കേസിൽ ഇയാൾ സസ്പെൻഷനിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജോലിയിലേക്ക് തിരിച്ചെടുത്തുകൊണ്ട് ഈ മാസം അവസാനം തന്നെ വിരമിക്കാനിരിക്കെയാണ് ജോലിയിൽ തിരിച്ചു പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിനെ സർവീസിൽ തിരിച്ചെടുത്ത ഉത്തരവ് കൈക്കൂലി കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് നടപടിയുണ്ടായിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു.